പി ചെക്കുട്ടി, ഇന്നിപ്പോൾ പാണക്കാട് തങ്ങളുമായി 1.5 മണിക്കൂറാണ് മുല്ലപ്പള്ളി ചർച്ച നടത്തിയത്. അവിടെ ഇന്ന് ഉന്നതാധികാര സമിതി യോഗം ചേരുകയും ചെയ്തു. 3-ാം സീറ്റ് എന്ന കാര്യത്തിൽ നിലപാട് കടുപ്പിക്കണം എന്നതാണ് യോഗത്തിലുണ്ടായ തീരുമാനമെന്നാണ് പുറത്തേക്ക് വന്നിരിക്കുന്ന വാർത്ത. പക്ഷേ യാഥാർത്ഥ്യം എന്താണ്? യഥാർത്ഥത്തിൽ ലീഗ് ഈ 3-ാം സീറ്റ് എന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നില്ല. ഏത് ഘട്ടത്തിലാണ് ഇങ്ങനൊരു ആവശ്യവുമായി നേതൃത്വത്തിന് മുന്നോട്ട് വരേണ്ടി വന്നത് എന്നത് നമുക്കറിയാം. സമസ്ത ആദ്യം ആവശ്യപ്പെടുന്നു, അത് പുറത്തേക്ക് പറയുന്നു, അത് പത്രത്തിൽ വരുന്നു. അതിനുശേഷം യൂത്ത് ലീഗും അതുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിൽ തുറന്നു പറയുന്നു 3-ാം സീറ്റ് അവകാശമാണ്, അത് വേണം എന്നുള്ളത്. അതിനുശേഷം മാത്രമല്ലേ ഇപ്പോൾ നേതൃത്വം അങ്ങനെ ഒരു ആവശ്യം ചോദിച്ചു എന്ന് വരുത്താൻ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്? ഇതിൽ 2-3 വിഷയങ്ങളുണ്ട്. സമസ്തയുടെ ഒരു മതപരമായിട്ടുള്ള പ്രസ്ഥാനം എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും സമസ്ത ആലോചിക്കുന്ന കാര്യം എനിക്ക് തോന്നുന്നത്, നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ട ഒരു പ്രശ്നമുണ്ട്. അത് മുസ്ലിങ്ങളുടെ റെപ്രസെൻറ്റേഷൻ ഇന്ത്യൻ പാർലമെൻറ്റിൽ വളരെ കുറവാണ്. നേരത്തെ ഉണ്ടായിരുന്നത് വളരെ വ്യത്യാസമായിട്ട് കഴിഞ്ഞ ഈ 2014 തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ മുസ്ലിം റെപ്രസെൻറ്റേഷൻ പാർലമെൻറ്റിൽ, പ്രത്യേകിച്ച് ലോക്സഭയിൽ വളരെ താഴോട്ട് പോയിട്ടുണ്ട്. അതിന് കാരണം കോൺഗ്രസിൻ്റെ വലിയ പരാജയവും ന്യൂനപക്ഷ സ്ഥാനാർത്ഥികളെ മറ്റ് പാർട്ടികളൊന്നും അധികം മത്സരിപ്പിക്കാഞ്ഞതുമാണ്. BJPയുടെ കാര്യം നമുക്കൊക്കെ അറിയാം. BJP പരമാവധി മുസ്ലിം സ്ഥാനാർത്ഥികളെ ഒഴിവാക്കാനാണ് ശ്രമിച്ചത്. 20% മുസ്ലിങ്ങളുള്ള UPയിൽ ഒരു സീറ്റ് പോലും അവർ മുസ്ലിം കാൻഡിഡേറ്റ്സിന് കൊടുത്തിരുന്നില്ല. അവർ ഒരാളെയും വിജയിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഈ സാഹചര്യത്തിൽ ദേശീയ രാഷ്ട്രീയത്തിൽ മുസ്ലിങ്ങളുടെ റെപ്രസെൻറ്റേഷൻ കുറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇന്ന് വരുന്ന പല ന്യൂനപക്ഷ വിരുദ്ധ നീക്കങ്ങളെയും തടയുന്നതിൽ നമ്മുടെ പാർലമെൻറ്റിൽ ശക്തമായിട്ട് ഒരു പിന്നെ എനർജിയോടുകൂടി പ്രവർത്തിക്കാൻ അധികം പേരും കാണുന്നില്ല. ആ ഒരു ഷോർട്ട് ഫോൾ നികത്താൻ ആവശ്യമായിട്ടുള്ള തരത്തിൽ പരമാവധി പുതിയ സ്ഥാനാർത്ഥികളെ കൊണ്ടുവരണമെന്നും മുസ്ലിം സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ നിന്ന് കൂടുതൽ സ്ഥാനാർത്ഥികൾ ഉണ്ടാവുന്നത് പ്രധാനമാണ് എന്നും എനിക്ക് തോന്നുന്നു. അഭിപ്രായമുണ്ട്. അതിനോട് ബന്ധപ്പെട്ട് അവരെ ക്രൂശിക്കുന്ന നടപടികൾ അല്ലെങ്കിൽ അവരെ ഒറ്റപ്പെടുത്തുന്ന നിലപാടുകളിലേക്ക് കേന്ദ്ര സർക്കാർ പോകുമ്പോൾ, മുത്തലാഖ് വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുമ്പോൾ കുഞ്ഞാലിക്കുട്ടി എവിടെയായിരുന്നു എന്ന ചോദ്യമല്ലേ ലീഗിനെ പ്രതിരോധത്തിലാക്കുന്നത്? തീർച്ചയായും ഞാൻ അതിലേക്ക് തന്നെയാണ് വരുന്നത്. ഞാൻ പറയുന്നത് സമസ്ത പറയുന്നതിനകത്ത് ന്യായമുണ്ട്. സമസ്തയുടെ പ്രശ്നം ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ നേരിടുന്ന ഗുരുതരമായ ഭീഷണിയാണ്. പക്ഷേ അതിനകത്ത് സംഭവിക്കുന്നത് കേരളത്തിലെങ്കിലും വളരെ സെക്യുലറായിട്ടുള്ള മതേതരമായിട്ടുള്ള ഒരു മുന്നണി എന്ന നിലയിൽ വലിയ ആഭ്യന്തര പ്രശ്നങ്ങളില്ലാതെ UDF നിൽക്കുന്നുണ്ട്. അതിൽ കോൺഗ്രസ് ഉണ്ട്, മുസ്ലിം ലീഗ് ഉണ്ട്, മറ്റ് രാഷ്ട്രീയ കേരള കോൺഗ്രസ് പോലെ കക്ഷിയുണ്ട്. ആ ഒരു സാമുദായികമായിട്ടുള്ള ബലാബലം വലിയ കുഴപ്പമില്ലാതെ നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇപ്പോൾ അഡീഷണൽ ആയിട്ടൊരു സീറ്റ് ചോദിച്ചു വാങ്ങുകയും അത് പിടിച്ചെടുക്കുകയും ചെയ്യുമ്പോൾ അത് കോൺഗ്രസിനകത്ത് വലിയ റിപ്പർക്കഷൻ ഉണ്ടാക്കും. സീറ്റ് മുസ്ലിം ലീഗിന് കൊടുക്കുന്നതിനോട് എനിക്ക് വിരോധമില്ല, ഒരുപക്ഷെ കോൺഗ്രസിന് പോലും വിരോധം ഉണ്ടാകും. നേരത്തെ അവർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇന്നുള്ള നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു അഡീഷണൽ സീറ്റ് കൊടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും കോൺഗ്രസിനകത്ത് വലിയ പൊട്ടിത്തെറി ഉണ്ടാവും. കോൺഗ്രസിനകത്തുണ്ടാവുന്ന ഈ പൊട്ടിത്തെറി വലിയ സാമുദായിക ധ്രുവീകരണത്തിലേക്ക് നയിക്കും. അതുകൊണ്ടൊക്കെ തന്നെ ഇന്നത്തെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിന് പരമാവധി സീറ്റുകൾ സംഭരിക്കേണ്ട ഈ സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണിത്. കോൺഗ്രസിൻ്റെ സീറ്റുകൾ എത്ര കൂടുന്നോ അത്രത്തോളം നമുക്കൊരു പുതിയ BJP വിരുദ്ധ സർക്കാർ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് മുസ്ലിം ലീഗ് ഇതിനകത്ത് വളരെ സമചിത്തതയോടുകൂടിയുള്ള സമീപനം സ്വീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇപ്പോൾ പിന്നെ സീറ്റിൻ്റെ പേരിൽ ബഹളം വയ്ക്കാവുന്നൊരു സമയമല്ല. അതിനേക്കാൾ പ്രധാനം പരമാവധി സീറ്റുകൾ UDFന് അനുകൂലമായിട്ട് വിജയിക്കുക എന്നുള്ളതാണ്. അതിന് കോൺഗ്രസിനകത്ത് ഒരു ആഭ്യന്തര പ്രശ്നം ഉണ്ടാക്കുന്ന തരത്തിലുള്ള നിലപാട് UDFിൽ ലീഗോ കേരള കോൺഗ്രസോ എടുക്കുകയാണെങ്കിൽ അത് എന്താ പറയുക, ഒരു സൂയിസൈഡലായിരിക്കും, ഒരു തരത്തിലുള്ള ആത്മഹത്യാപരമായിട്ട് പ്രവണതയായിരിക്കും എന്ന് ഞാൻ ഇപ്പോൾ പറയുന്നു. നേരത്തെ തന്നെ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തും ഈ തരത്തിൽ പ്രവണതകൾ ഉണ്ടായിരുന്നു. അതിൽ അമിതാവേശക്കാരാണ് വിജയിച്ചത്. അതിന് ഫലമാണ് UDF മന്ത്രിസഭയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടായത് എന്ന കാര്യത്തിൽ ഒന്നും ഒരു തർക്കവുമില്ല. അതൊക്കെ 5 കൊല്ലം കഴിഞ്ഞു പോയി. പക്ഷേ വസ്തുതകളായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ചർച്ച ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത്.